വിരലുകൾക്കിടയിൽ എരിയുന്ന സിഗരറ്റുമായി മുറിയിലിരിക്കെ അതേവരെ നടന്ന സംഭവങ്ങൾ എന്റെ മനസ്സിൽ പ്രതിഫലിച്ചു. ഡസ്റ്റർ മരിച്ചു കിട്ടാൻ ഹെലൻ അക്ഷമയായി കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. $750,000 കിട്ടേണ്ട കാര്യമാകുമ്പോ ആർക്കായാലും ക്ഷമ കെടുമല്ലോ. സൈമൺസും ജാക്കും പറഞ്ഞത് വിശ്വസിക്കുകയാണെങ്കിൽ ഡസ്റ്റർ വളരെ വൈകാതെ സാമ്പത്തികമായി അധപ്പതിക്കും. ഒരു ഭീമമായ സംഖ്യക്ക് ഇൻഷുർ ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിന് വർഷത്തിൽ കുറഞ്ഞത് $10,000 എങ്കിലും പ്രീമിയം കെട്ടേണ്ടതുണ്ട്. ആ തുക ഇപ്പോഴത്തെ സ്ഥിതിയിൽ അടച്ചു തീർക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് ഇനി ആ ഇൻഷുറൻസ് പോളിസി കണ്ടെത്തി പ്രീമിയം അടയ്ക്കേണ്ട അടുത്ത തവണ എന്നാണെന്ന് പരിശോധിക്കണം. അടുത്തെങ്ങാനുമാണ് തീയതിയെങ്കിൽ ടെസ്റ്റർ അത് അടയ്ക്കാൻ പോകുന്നില്ല. അപ്പോൾ അദ്ദേഹം എടുത്ത പോളിസി നഷ്ടമാകും. അങ്ങനെയായാൽ ഹെലന്റെ ഉദ്ദേശം നടക്കുകയില്ല. അടുത്ത പ്രീമിയം അടയ്ക്കേണ്ട സമയം സമാഗതമായിരിക്കണം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അതിനു മുമ്പേ തന്നെ എന്നെ പറഞ്ഞയക്കാൻ അവൾ ധൃതി വയ്ക്കുന്നത്. എന്നെ പറഞ്ഞുവിടാനുള്ള അവളുടെ പദ്ധതി തെറ്റി. ഒരു കാർ അപകടത്തിൽ ഡസ്റ്റർ മരിക്കുന്നതിനുള്ള സാധ്യത കുറഞ്ഞു. ഇനി അവൾ എന്തു ചെയ്യും? അവിടെ അതിനു മുമ്പ് ജോലിക്കിരുന്ന മറ്റൊരാളെ കുറിച്ച് ജാക്ക് പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നു. അയാളെ കണ്ട് അന്വേഷിച്ചാൽ ഇതേപറ്റിയുള്ള എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല എന്ന് എനിക്ക് തോന്നി. പക്ഷെ അതെങ്ങനെ സാധിക്കും? ഡസ്റ്റർ ഹെലനെ കണ്ടെത്തിയത് ന്യൂയോർക്കിൽ എവിടെയോ വെച്ചാണ്. അപ്പോ ആ മനുഷ്യൻ ഒരു പക്ഷെ ന്യൂയോർക്കിൽ എവിടെയെങ്കിലും ആയിരിക്കുമോ താമസിക്കുന്നത്? ഒരു സ്വകാര്യ അന്വേഷകനെ നിയമിക്കുകയാണ് ഇക്കാര്യത്തിന് എളുപ്പം. പക്ഷെ അതിന് പണച്ചെലവുണ്ട്. $350,000 ഡസ്റ്ററിന്റെ മരണാനന്തരം ഹെലന് കിട്ടുന്നു. പെട്ടെന്ന് ഒരു ചിന്ത, അതിലൊരു പങ്ക് എനിക്കും കിട്ടുകയാണെങ്കിൽ? എനിക്കതിൽ അവകാശമൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മരണത്തിന് ധൃതി കൂട്ടുന്ന അവളുടെ ഇപ്പോഴത്തെ നിലയിൽ എനിക്കും ആ തുകയിൽ പങ്ക് ആവശ്യപ്പെടാനുള്ള അവസരമുണ്ടാക്കാം. ഇപ്പോ ഞാൻ രംഗത്തേക്ക് നോക്കിയിരിക്കുന്ന കാണികളിൽ ഒരാളാണ്. കർട്ടൻ ഉയർന്നു തുടങ്ങി. സ്റ്റേജിൽ നടീനടന്മാർ നിരന്നു നിൽക്കുന്നു. കഥ ആരംഭിക്കാൻ പോവുകയാണ്. എനിക്കതിൽ അഭിനയിക്കാൻ ഒരു ഭാഗവുമില്ല. വല്ല വിധേനയും ആ സ്റ്റേജിൽ കയറി പറ്റി അങ്ങനെ ഒരു അവസരം കിട്ടാൻ പരിശ്രമിക്കണം. ആ പണം നേടാനുള്ള അർഹത എനിക്കുണ്ടോ? ഞാൻ എന്നോട് തന്നെ പലതവണ ചോദിച്ചു. അതിൽ ഉറപ്പുവരുത്തണം. ഇക്കാര്യം മറ്റൊരാളോട് പറയുന്നതിന് മുമ്പ് തന്നെ അക്കാര്യം ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. എല്ലാം എനിക്ക് കിട്ടുന്ന പങ്ക് എത്രയാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. കൂടുതൽ പങ്ക് കിട്ടുമെങ്കിൽ ഞാൻ അതിനു വേണ്ടി കഠിനമായി അധ്വാനിക്കും. കുറവാണെങ്കിൽ അതിനനുസരിച്ച് മാത്രം ജോലി ചെയ്താൽ മതി. ഞാൻ ഇതിൽ ഇറങ്ങി പ്രവർത്തിക്കുകയാണെങ്കിൽ 350,000 എനിക്ക് കിട്ടണം. 350,000. അതേക്കുറിച്ച് ഓർത്തപ്പോ എന്റെ ഹൃദയം പിടച്ചു. അത്രയും പണം കയ്യിലായ അതെന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. ഞാൻ ഓർത്തു, അത് നേടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കൊലപാതകം. ആ തുകയ്ക്ക് എനിക്കൊരു കൊലപാതകം നടത്താമോ? ഞാൻ അതേപറ്റി ഒന്ന് വിശകലനം ചെയ്തു നോക്കി. അക്കാര്യം നിർവഹിച്ചു കഴിഞ്ഞാൽ പോലീസ് ആദ്യം സംശയിക്കുന്നത് ഹെലനെയായിരിക്കും. അതേ തുടർന്ന് പോലീസിന്റെ മനസ്സ് എത്തരത്തിലായിരിക്കും പ്രവർത്തിക്കുക എന്ന് ഞാൻ ഓർത്തു. ഇൻഷുറൻസ് പണം നേടാനായി അവൾ അയാളെ വധിച്ചിരിക്കാനാണ് ഇട എന്നവർ കരുതും. ആ കൊലപാതകം അവൾ തനിച്ചു നടത്താൻ ഇടയില്ലെന്നും മൂന്നാമതൊരാൾ ഉണ്ടായിരിക്കുമെന്നും ആ മൂന്നാമത്തെ ആൾ ഞാനാണെന്ന് കണ്ടെത്തുകയും ചെയ്താൽ അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് ഇൻഷുറൻസ് കമ്പനിക്കാരെയാണ്. പോലീസിനേക്കാൾ ഭയപ്പെടേണ്ടത് അവരെയാണ്. ഒരു ഗഹനമായ അന്വേഷണം നടത്താതെ അവർ പണം തരാൻ തയ്യാറാവില്ല. വേണ്ട, കൊലപാതകം ചെയ്യുന്നത് അത്ര നല്ലതായി തോന്നില്ല. ആ കൃത്യം നേരിട്ട് നിർവഹിക്കാതെ മറ്റു വല്ല മാർഗവും സ്വീകരിക്കുന്നതാവും ഭംഗി. ഹെലൻ പദ്ധതിയിട്ട പോലെ നല്ലവണ്ണം മദ്യപിച്ച ഘട്ടത്തിൽ അയാൾ തനിയെ കാറോടിക്കാനുള്ള അവസരം ഉണ്ടാക്കുക. അപ്പോൾ അപകടമിഴഞ്ഞ് അയാൾ മരിക്കുമെന്നത് 100% തീർച്ചയാണ്. ഇതിനാണെങ്കിലും അടുത്ത ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ തീയതി എന്നാണെന്ന് അറിയേണ്ടത് വളരെ പ്രധാനമാണ്. അത് വളരെയൊന്നും അകലെയല്ലെന്ന് ഹെലന്റെ ഭാവത്തിൽ നിന്ന് തന്നെ പ്രകടമാവുന്നുണ്ട്. എങ്കിൽ അക്കാര്യം അവൾ നിർവഹിക്കുന്നതുവരെ കാത്തിരുന്നാൽ എന്താണ്? അതുകൊണ്ട് അവളെ സമീപിക്കാം. അക്കാര്യം ഓർത്തപ്പോൾ എന്റെ മനസ്സിലേക്ക് മുമ്പ് അവൾ വധിച്ചെന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചുള്ള ചിന്ത കടന്നു വന്നു. ഹെലനെ സമീപിക്കാനാവാത്ത വിധം ആ വ്യക്തിക്ക് എന്തെങ്കിലും ബന്ധം കാണുമോ? ജാക്കിന് അയാളെപ്പറ്റി അറിയാതിരിക്കില്ല. ആ വിവരം ശേഖരിച്ചു തരാൻ അയാളോട് പറയാം. ന്യൂയോർക്കിലേക്ക് അദ്ദേഹം യാത്ര പുറപ്പെടട്ടെ. ഞാൻ ഫോണിൽ ജാക്കിനെ വിളിച്ചു. ജാക്ക്, എനിക്ക് താങ്കളോട് ചിലത് സംസാരിക്കാനുണ്ട്. അടുത്ത അരമണിക്കൂറിൽ സാമിന്റെ ബാറിലേക്ക് വരാമോ? ഇന്ന് രാത്രി നിർവാഹമില്ല. എന്താണ് പ്രശ്നം? എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമൊന്നുമില്ല. പക്ഷെ അങ്ങോട്ട് വന്നില്ലെങ്കിൽ അതുമൂലം പ്രശ്നം ഉണ്ടാവുക താങ്കൾക്കായിരിക്കും. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു.
ശരി, ഞാൻ വരാം. ഞാൻ എന്റെ ഡ്രസ്സ് മാറി കാറുകളിൽ ഒരെണ്ണത്തിൽ കയറിയിരുന്നു. സമ്മതമില്ലാതെ അത് ഉപയോഗിക്കുന്നത് സുരക്ഷിതമല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനത് അത്ര കാര്യമാക്കിയില്ല. ജാക്ക് അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അയാളെ കൂട്ടി ആൾക്കാരില്ലാത്ത ഒരു മൂലയിൽ ചെന്നിരുന്ന ശേഷം 2 ഹൈബാളിന് ഓർഡർ കൊടുത്തു. എന്താണ് കാര്യം? വെയിറ്റർ ഡ്രിങ്ക്സ് മേശപ്പുറത്ത് വെച്ച് പോയി കഴിഞ്ഞപ്പോ ജാക്ക് ചോദിച്ചു. മിസ്സിസ് ഡസ്റ്ററുടെ മുമ്പത്തെ ഒരു ഡ്രൈവർ അവിടെ വെച്ച് കൊല്ലപ്പെട്ടതായി താങ്കൾ ഒരിക്കൽ എന്നോട് പറയുകയുണ്ടായില്ലേ? ഉവ്, പക്ഷേ അക്കാര്യവും ഞാനുമായി. അത് നിർത്തൂ. ആ മനുഷ്യനെ പറ്റി താങ്കളോട് പറഞ്ഞത് ആരാണ്? പലരും പലതും എന്നോട് പറയാറുണ്ട്. പക്ഷേ അവരൊക്കെ ആരാണെന്നൊന്നും ഞാൻ ഓർമ്മിക്കാറില്ല. അങ്ങനെയൊന്നും സംഭവിച്ചത് വാസ്തവമാണോ എന്നാണ് എന്റെ ഊഹം. എന്തിനാണ് ഇതൊക്കെ അറിയുന്നത്? ഞാൻ പിന്നോക്കം ചാടിയിരുന്ന അല്പം ഡ്രിങ്ക്സ് അകത്താക്കിക്കൊണ്ട് അയാളെ നോക്കി. $500 ഞാൻ താങ്കൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നു. ജാക്ക് തന്റെ ഭംഗിയില്ലാത്ത വിരൽ കൊണ്ട് മൂക്കിന്റെ അഗ്രം ചൊറിഞ്ഞു. എന്താ, തമാശ പറയുകയാണോ? അല്ല, ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തു തന്ന ഞാൻ പറഞ്ഞ ആ തുക താങ്കളെ തേടിയെത്തും. കപടമായ എന്തെങ്കിലും കാര്യത്തിൽ ഇറങ്ങാനാണോ? മനസ്സിലായി മനസ്സിലായി, കൂടുതൽ പറയണ്ട. ഞാൻ പറയുന്ന കാര്യം നിർവഹിച്ചു തരാമോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. എനിക്ക് എന്തുകൊണ്ടോ ഇതിൽ പന്തികേട് തോന്നുന്നു. താങ്കൾ വിചാരിക്കുന്നത് പോലെ ഇതിൽ ഭയപ്പെടാനൊന്നുമില്ല. കാര്യം ഞാൻ പറയാം. ഹെലിനെ കുറിച്ച് ചിലത് അറിയണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ശബ്ദം കുറിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. അത് താങ്കൾ ശേഖരിച്ചു തരണം. അത് എന്റെ കൈവശം വരുമ്പോ പറഞ്ഞ $500 താങ്കൾക്കും പ്രതീക്ഷിക്കാം. നിർത്തൂ. ഇത്തരം കാര്യങ്ങൾ ഏത് സമയത്തും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ഡൈനാമിറ്റിന് തുല്യമാണ്. അനീതിപരമാണ്. ഷട്ടപ്പ്. അനീതിയെക്കുറിച്ച് ഇപ്പോ ആരാണ് സംസാരിച്ചത്? ശബ്ദം കഴിയുന്നത്ര താഴ്ത്തി ഞാൻ പറഞ്ഞു. ഹെലന്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിന് പ്രതിഫലമായി $500 തരാമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതിൽ അനീതി എന്തിരിക്കുന്നു? ഞാൻ ഒരിക്കൽ പോലീസിൽ അകപ്പെട്ടതാണ്. രണ്ടാമതൊരു തവണ അത് ആവർത്തിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പോലീസിന് ഇതിൽ എന്താണ് കാര്യം? ശരി, താങ്കൾക്ക് അതിൽ ഒന്നും ചെയ്യാനില്ലെങ്കിൽ പിന്നെ ഞാൻ മറ്റു വല്ലവരെയും അന്വേഷിച്ചോളൂ. അയാൾ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയ ശേഷം പറഞ്ഞു. ഓക്കെ, താങ്കൾ പറയും പോലെ. ഞാൻ എന്ത് ചെയ്യണം പറയൂ. മിസസ് ഡസ്റ്ററിന്റെ ബംഗ്ലാവിൽ വെച്ച് മുമ്പ് ഒരുവൻ ജനാലയിൽ കൂടി വീണ് മരിച്ചതായി പറഞ്ഞില്ലേ? ആ മനുഷ്യൻ ആരായിരുന്നു? എങ്ങനെയായിരുന്നു അയാൾ താഴെ വീണത്? ന്യായാധിപന്റെ തീർപ്പ് എന്തായിരുന്നു? അയാൾ താഴെ വീണ സമയം ബംഗ്ലാവിൽ ആരുണ്ടായിരുന്നു? അയാൾക്കും മിസസ് ഹെലനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ വക കാര്യങ്ങളാണ് എനിക്കറിയേണ്ടത്. ഇതിന് താങ്കൾക്ക് ന്യൂയോർക്കിലേക്ക് പോകേണ്ടി വരും. അന്വേഷണത്തിന്റെ തുടക്കം അവിടെ വെച്ചാകാനേ ന്യായമുള്ളൂ. ന്യൂയോർക്കിലേക്ക് പോയാ എന്റെ തൊഴിലാറ് നടത്തും. അക്കാര്യം താങ്കളുടെ സെക്രട്ടറി പാറ്റ്സിയെ ഏൽപ്പിക്കണം. $500 താങ്കളുടെ തൊഴിലിൽ നിന്നും കിട്ടണമെങ്കിൽ 1 മാസത്തെ കഠിനാധ്വാനം ഉണ്ടെങ്കിലേ സാധിക്കൂ. എന്നാ അതിതാ നിഷ്പ്രയാസം ചില ദിവസങ്ങൾക്കകം താങ്കളെ തേടിയെത്താൻ പോകുന്നു. എങ്കിലും എനിക്കിതിൽ എന്തോ പന്തികേട് പോലെ. ഇതൊരു പക്ഷേ നമ്മെ രണ്ടുപേരെയും ജയിലിൽ എത്തിച്ചെന്നിരിക്കും. താങ്കൾ വെറുതെ സംശയിക്കുകയാണ്. അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല. എങ്കിൽ ശരി. അപ്പോ താങ്കൾ നാളെ തന്നെ പുറപ്പെടണം. എത്രയും വേഗം ആ വിവരങ്ങൾ എനിക്ക് ആവശ്യമുണ്ട്. അയാൾ ഡ്രിങ്ക്സ് മുഴുവനും കുടിച്ചു. ഓക്കെ, അത് കിട്ടിയ ഉടനെ ഞാൻ ഫോൺ ചെയ്ത് അറിയിക്കാം. താങ്കളുടെ ടെലിഫോൺ നമ്പർ ഏതാണ്? വേണ്ട, ഞാൻ താങ്കൾക്ക് ഫോൺ ചെയ്യാം. വെള്ളിയാഴ്ച കാലത്ത് താങ്കളുടെ അപ്പാർട്ട്മെന്റിൽ എന്റെ ഫോൺ കോൾ പ്രതീക്ഷിക്കാം. ജാക്ക് പോയി കഴിഞ്ഞ ശേഷം ബസ് പിടിച്ച് ഞാൻ ഡസ്റ്ററിന്റെ ബംഗ്ലാവിലേക്ക് പുറപ്പെട്ടു. കാഡിലാക് കാർ അവിടെ ഗ്യാരേജിൽ കണ്ടില്ല. ഹെലൻ പുറത്തേക്ക് പോയ ഈ സന്ദർഭത്തിൽ മിസ്റ്റർ ഡസ്റ്ററിന്റെ സ്ഥിതി എന്താണെന്ന് അറിയുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ഞാൻ അങ്ങോട്ട് ചെന്നു. സമീപം തന്നെ മേശപ്പുറത്ത് ഒരു കുപ്പി സ്കോച്ചും ഗ്ലാസും ഉണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോ അദ്ദേഹം പെട്ടെന്ന് ഒരു 38 ഓട്ടോമാറ്റിക് റിവോൾവർ മെത്തവിരിപ്പിനടിയിലേക്ക് മാറ്റി വെക്കുന്നത് കണ്ടു. നിനക്ക് എന്ത് വേണം? മുറിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കതകിൽ തട്ടണമെന്ന് അറിഞ്ഞുകൂടെ? ഞാൻ വ്യസനിക്കുന്നു സർ. താങ്കൾ ഉറങ്ങുകയായിരിക്കുമെന്ന് കരുതി. താങ്കൾ എന്ന് പുറത്തേക്കെങ്ങാനും പോകുന്നുണ്ടോ? ഇല്ല, എനിക്കിന്ന് നല്ല സുഖമില്ല. ഞാൻ അദ്ദേഹത്തിന്റെ കിടക്കയ്ക്ക് സമീപം ചെന്നു. മിസസ് ഡസ്റ്റർ പോയോ? അദ്ദേഹം ചോദിച്ചു. ഉവ്വ് സർ, കാഡിലാക് കാർ അവിടെ കാണാനില്ല. എങ്ങോട്ട് പോകുന്നെന്ന് അവൾ നിന്നെ അറിയിച്ചില്ലേ? ഇല്ല സർ. അദ്ദേഹം വിസ്കി ഗ്ലാസ്സിലൊഴിച്ച് വിറപോണ്ട കൈയാൽ അതെടുത്തു. അപ്പോ അതിൽ നിന്ന് അല്പം നിലത്തേക്ക് തുളുമ്പി. ഞാൻ ഇവിടെ ജോലിക്ക് നിൽക്കുന്നത് മിസസ് ഡസ്റ്ററിന് ഇഷ്ടമല്ലെന്ന്
താങ്കളെ അറിയിക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇക്കാര്യം 2 തവണ അവൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം പുച്ഛമായെന്ന് ചിരിച്ചു. അതിൽ എനിക്ക് അത്ഭുതമില്ല കുട്ടി. നീ ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. ഓക്കെ സർ. അവൾ പറയുന്നതിനൊന്നും നീ കാതു കൊടുക്കരുത്. നിന്നെ എനിക്കിവിടെ ആവശ്യമുണ്ട്. റോൾസുകാർ കൈകാര്യം ചെയ്യുന്ന ചുമതല നിനക്കാണ്. യെസ് സർ. കുട്ടി കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല സർ. നീ സമർത്ഥനാണ്. ഒരിക്കലും വിവാഹം കഴിച്ചു പോകരുത്. അങ്ങനെ ചെയ്തതിന്റെ ഫലമാണ് ഞാൻ ഇന്നൊരു മദ്യപാനിയായത്. ഒന്ന് നിർത്തിയ ശേഷം അദ്ദേഹം തുടർന്നു. അവൾക്ക് സൗന്ദര്യമുണ്ട് ഇല്ലേ? ഏതൊരു പുരുഷനും അതാണ് ആവശ്യം. പക്ഷെ സൗന്ദര്യം പോലെ തന്നെയായിരിക്കും അവളുടെ സ്വഭാവം എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അവൾക്ക് ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, ധാരാളം പണം വേണം. താങ്കൾക്ക് പണത്തോട് മോഹമുണ്ടോ? ഞാൻ നാക്കുകൊണ്ട് അധരങ്ങൾ തുടച്ചു. ആർക്കാണ് അതിനോട് മോഹമില്ലാത്തത്? ശരിയാണ്, അതിനും ഒരു പരിമിതിയൊക്കെ ഉണ്ട്. എനിക്ക് ആ ആഗ്രഹമില്ലായ്മയില്ല. പക്ഷെ ഞാൻ ജീവിക്കുന്നത് അതിനു വേണ്ടി മാത്രമല്ല. പക്ഷെ അവൾ അതാണ് ചെയ്യുന്നത്. അദ്ദേഹം കുറെ കൂടി വിസ്കി കുടിച്ചു. ഞാൻ മരിക്കാനാണ് അവൾ കാത്തിരിക്കുന്നത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവൾക്ക് കിട്ടുന്നത് ഞാൻ കൊടുത്തു തീർക്കാനുള്ള ഒരുപാട് കടബാധ്യതകളായിരിക്കും. അത്രമാത്രം. ഞാൻ ഒന്നും പറയാതെ ശ്രദ്ധിച്ചു കേൾക്കുക മാത്രം ചെയ്തു. ഒരു കാര്യം അതിൽ വ്യക്തമായിരുന്നു. ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കേണ്ട കാലാവധി വളരെ അടുത്തെത്തി കഴിഞ്ഞിരിക്കുകയാണ്. താൻ പറയുന്ന കാര്യങ്ങളെ പറ്റി അദ്ദേഹം പെട്ടെന്ന് ബോധവാനായതുപോലെ തോന്നി. മുറിയിൽ നിന്നും പുറത്തേക്ക് പോകാൻ അദ്ദേഹം എന്നോട് കൽപ്പിച്ചു. അടുത്ത ദിവസം കാലത്തെ കൃത്യം 10:30 ഡസ്റ്റർ ബംഗ്ലാവിൽ നിന്നിറങ്ങി കാറിനടുത്തേക്ക് വന്നു. ഇന്ന് ഞാൻ സ്റ്റുഡിയോയിലേക്ക് പോകുന്നില്ല, വിമാനത്താവളത്തിലേക്കാണ്. 11:30 വിമാനത്തിൽ ഞാൻ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പുറപ്പെടുന്നു. യെസ് സർ, ഞാൻ പറഞ്ഞു. ഇദ്ദേഹം സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോകുന്നത് എന്തിനാണ്? നാഷണൽ ഫിഡലിറ്റി അഷുറൻസ് കമ്പനിയുടെ ഹെഡ് ഓഫീസ് അവിടെയാണെന്ന് എനിക്കറിയാം. അദ്ദേഹം അങ്ങോട്ടായിരിക്കുമോ പോകുന്നത്? വിമാനത്താവളത്തിൽ എത്തിയ ശേഷം ഞാൻ കാറിൽ നിന്നിറങ്ങി അദ്ദേഹത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ കതക് തുറന്നു പിടിച്ചു. 4 മണിക്ക് ഞാൻ സ്റ്റുഡിയോയിൽ ഉണ്ടായിരിക്കും, അവിടേക്ക് വരിക. നിന്റെ കയ്യിൽ കാശുണ്ടോ? എനിക്കത് കേട്ടപ്പോൾ ആശ്ചര്യം തോന്നാതിരുന്നില്ല. അതിനിപ്പോൾ അല്പം വിഷമിക്കുകയാണ്. താങ്കൾ എന്തെങ്കിലും? ഞാൻ അത്രമാത്രം പറഞ്ഞു നിർത്തി. അദ്ദേഹം മന്ദഹസിച്ചു. നിനക്ക് ഞാൻ എത്ര തരാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്? 50 സർ. അദ്ദേഹം ചെക്ക് പുസ്തകം കയ്യിലെടുത്ത് എന്നെ നോക്കി. ഇപ്പോ ബാഗിൽ പണമുണ്ട്. അതുള്ളപ്പോ തന്നെ നിനക്കുള്ള കാശെടുക്കാം. അദ്ദേഹം ചെക്ക് എഴുതി എനിക്ക് തന്നു. 1 വർഷത്തേക്കുള്ള നിന്റെ ശമ്പളത്തിനുള്ള ചെക്കാണിത്. നീ എന്നെ വിട്ടു പോകരുത്. അതിനുവേണ്ടിയാണ് ഞാനിത് മുൻകൂറായി നിനക്ക് തരുന്നത്. ഞാൻ ചെക്കിലേക്ക് നോക്കി. എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. $2600 ചെക്കായിരുന്നു അത്. നീ ഇത് പെട്ടെന്ന് പണമാക്കണം. താമസിച്ചു പോയ ബാങ്കിൽ എന്റെ അക്കൗണ്ടിലൊന്നും ഉണ്ടായെന്ന് വരില്ല. യെസ് സർ. അടുത്ത ശനിയാഴ്ച എന്റെ കോൺട്രാക്ട് അവസാനിക്കാൻ പോവുകയാണ്. അത് പിന്നെ പുതുക്കാൻ പോകുന്നില്ല. ഞാനൊരു മദ്യപാനിയാണ്. ഒരു മദ്യപാനിയെ ആർക്കും ആവശ്യമില്ല. അടുത്ത ശനിയാഴ്ച മുതൽ ഞാൻ വീട്ടിലിരിക്കാൻ പോവുകയാണ്. എനിക്ക് ഒരുപാട് കടമുണ്ട്. അത് തീർക്കാതിരിക്കുമ്പോ വീടും കാറുകളും എല്ലാം അവർ വിറ്റ് കാശാക്കും. ഒരു പ്രൊഡ്യൂസറുടെ സ്ഥാനത്ത് പസഫിക് സ്റ്റുഡിയോയിൽ ഇരിക്കുക കാരണം അവർ ഇതേവരെ എന്നെ സമീപിച്ചിട്ടില്ല. അടുത്ത ശനിയാഴ്ച മുതൽ സ്റ്റുഡിയോയിലേക്ക് ചെല്ലാതിരിക്കുമ്പോഴാണ് കഴുകൻ പറ്റങ്ങളെ പോലെ എന്റെ ചുറ്റും അവർ പറന്നെത്തുക. അദ്ദേഹം ഒന്ന് നിർത്തി ഒരു ചെറിയ മന്ദഹാസത്തോടെ തുടർന്നു. എന്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ നിറവേറ്റി. ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. പലയിടങ്ങളിലും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു റോൾസ് കാർ എനിക്ക് സ്വന്തമായിട്ടുണ്ട്. ഹോളിവുഡിലെ ഏറ്റവും സുന്ദരിയായ ഒരുവളെ വിവാഹം കഴിച്ചു. ഇതിൽ കൂടുതൽ ഒരാൾക്ക് എന്ത് വേണം? ഇനി എനിക്ക് എന്റെ കടം വീട്ടുകയാണ് ആവശ്യം. കഴിവുള്ളത്ര കൊടുത്തു തീർക്കും. ഉള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊന്നും കിട്ടുകയില്ല. അക്കൂട്ടത്തിൽ പെട്ടതാണ് ഹെലൻ എന്ന് പറഞ്ഞ് അദ്ദേഹം റിസപ്ഷൻ കൗണ്ടറിലേക്ക് ചെന്നു. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോ ഞാൻ സാവധാനം മടങ്ങി. നഗരത്തിലെത്തിയ ശേഷം ഞാൻ ഡസ്റ്ററിന്റെ അക്കൗണ്ട് ബാങ്കിൽ കയറി. ചെക്ക് വാങ്ങിയ കൗണ്ടർ ക്ലർക്ക് സംശയത്തോടെ ചെന്ന് അക്കൗണ്ട് പരിശോധിച്ച ശേഷം സ്വയം തൃപ്തിപ്പെട്ട് ചെക്ക് പ്രകാരമുള്ള തുക എനിക്ക് തന്നു. ആ തുകയുമായി ഞാൻ മറ്റൊരു ബാങ്കിൽ ചെന്ന് ഒരു അക്കൗണ്ട് തുടങ്ങി പണം അതിൽ നിക്ഷേപിച്ചു. ചെക്ക് പുസ്തകവുമായി എന്റെ അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു. ഡ്രസ്സ് മാറി ഒരു സിഗരറ്റ് കത്തിച്ച് മെത്തയിൽ കിടക്കാൻ ഭാവിക്കെ മിസ്സസ് ഡസ്റ്റർ ഗ്യാരേജിനടുത്ത് വന്ന് നിൽക്കുന്നത് കണ്ടു. ഞാൻ അവളെ സമീപിച്ചു. പുറത്തു പോകുന്നെങ്കിൽ ഞാൻ കൊണ്ടുപോയി വിട്ടുതരണോ? ഇന്ന് രാത്രി പാങ്ക്രോ ക്ലബിലേക്ക് നീ എന്നെ കൊണ്ടുപോകണം.
രാത്രി ഡ്രൈവ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇന്ന് രാത്രി മിസ്റ്റർ ഡസ്റ്റർ പുറത്തേക്കൊന്നും പോവില്ല. ഞാൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എന്റെ ഉള്ളൊന്ന് കാളി. ആ കണ്ണുകളിൽ പതിവായി കാണാനുള്ള പക ഇത്തവണ കണ്ടില്ല. എന്റെ കൂടെ വരുമ്പോ യൂണിഫോം അണിയേണ്ട ആവശ്യമില്ല. രാത്രി ഏറെ നേരം കാത്തിരിക്കേണ്ടി വരുമെന്നതിനാൽ ആ സമയം ഏതെങ്കിലും സിനിമയ്ക്കോ മറ്റോ നിനക്ക് പോവുകയും ചെയ്യാം. ആശ്ചര്യാതികേരത്താൽ ഞാൻ അവളെ തന്നെ തുറച്ചു നോക്കി. ഒരു കാര്യം കൂടി, താങ്കൾ ഇവിടെ തന്നെ താമസിക്കാൻ തീർച്ചയാക്കിയ സ്ഥിതിക്ക് നമുക്ക് സൗഹൃദമായി കഴിഞ്ഞു പോകാം. അവളുടെ അപ്പോഴത്തെ ആ നോട്ടം വളരെയേറെ സ്ത്രീകളുമായി അടുത്തിടപഴകിയ എനിക്ക് അതിന്റെ പൊരുൾ എന്തെന്ന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായില്ല. അവളുമായി അടുപ്പത്തിൽ കഴിയാനുള്ള ഒരു ക്ഷണമായിരുന്നു അത്. ശരി മാഡം, ഞാൻ പറഞ്ഞു. പെട്ടെന്ന് അവൾ എന്നെ നോക്കി മന്ദഹസിച്ചു. ആ മന്ദഹാസത്തിൽ അവൾ കൂടുതൽ സുന്ദരിയായി കാണപ്പെട്ടു. സ്ത്രീകളുടെ നേരെയുള്ള എന്റെ സമീപനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്നെ പറഞ്ഞുവിടാൻ പ്രേരിപ്പിച്ച ഹെലൻ ആ രീതിയിൽ എന്നോട് സംസാരിച്ചതിൽ എനിക്ക് അത്ഭുതം തോന്നിയില്ല. അത് ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നു. എങ്കിലും ഇത്ര പെട്ടെന്ന് അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. മധ്യാഹ്നത്തിന് ശേഷം സുമാർ 3 മണിക്ക് ഞാൻ ബസാറിൽ പോയി എനിക്ക് ആവശ്യമുള്ള കോട്ടും സൂട്ടും വാങ്ങി. അവ ഒരു പാർസലാക്കി കാറിന്റെ പിൻസീറ്റിൽ വെച്ചു. അതൊക്കെ കഴിയുമ്പോഴേക്കും സമയം 4 മണി ആയതിനാൽ ഡസ്റ്ററിനെ കൂട്ടാനായി സ്റ്റുഡിയോയിലേക്ക് പുറപ്പെട്ടു. ഇത്തവണ അദ്ദേഹം വളരെയൊന്നും മദ്യപാനം ചെയ്തിരുന്നില്ലെന്ന് തോന്നുന്നു. ആ മുഖത്ത് അല്പം കൂടുതൽ ചൈതന്യം കാണപ്പെട്ടിരുന്നു. വരൂ കുട്ടി, ഇവിടുന്ന് ചില സാധനങ്ങൾ കാറിൽ കൊണ്ടുപോയി വെക്കേണ്ടതുണ്ട്. ഒരു മൂലയിൽ 1-2 സൂട്ട് കേസുകളും ഏതാണ്ട് 50ഓളം ഒഴിഞ്ഞ തോലുറകളും ഉണ്ടായിരുന്നു. അവ ഭദ്രമായി കെട്ടിവെച്ചിരുന്നു. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ അദ്ദേഹം ഫയലിംഗ് ക്യാബിന് അരികിലേക്ക് ചെന്നു. അതിന്റെ 2ാമത്തെ വലിപ്പ് തുറന്ന് അതിൽ നിന്ന് ഞാൻ അന്ന് കണ്ട ഇൻഷുറൻസ് പോളിസി കയ്യിലെടുത്ത് ഒന്ന് നോക്കിയ ശേഷം പോക്കറ്റിൽ നിക്ഷേപിക്കുന്നത് ഞാൻ ഒളിഞ്ഞു നോക്കി. സൂട്ട് കേസുകൾ കാറിൽ എന്റെ പൊതിക്കെട്ടിന് സമീപം കൊണ്ടുപോയി വെച്ച് ഓഫീസിലേക്ക് തന്നെ തിരിച്ചു. ഇനി വല്ലതുമുണ്ടോ സർ? തൽക്കാലം ഇത്ര മതി എന്ന് പറഞ്ഞ് ചുമരിലെ ഒരു അലമാര അദ്ദേഹം തുറന്നു. അതിൽ ഏതാണ്ട് 3 ഡസൻ വിസ്കി കുപ്പികൾ കിടന്നിരുന്നു. വേറെ 1-2 അറകളിലായി കുറെ ഒഴിഞ്ഞ കുപ്പികളും. അവ എണ്ണി നോക്കിയാൽ 100ഓളം കാണുമായിരിക്കും. വിസ്കി കുപ്പികൾ ഞാൻ വ്യാഴാഴ്ച കൊണ്ടുപോകും. ഒഴിഞ്ഞ കുപ്പികൾ ഇവിടെ തന്നെ എന്റെ സ്മാരകമായി കിടക്കട്ടെ. വരൂ, നമുക്ക് പോകാം. സർ, താങ്കൾ ഇന്ന് പുറത്തൊന്നും പോകുന്നില്ലല്ലോ? മിസ്സസ് ഡസ്റ്റർ എന്നോട് അവരെ കൂട്ടി പാങ്ക്രോവിലേക്ക് ചെല്ലാൻ പറഞ്ഞേൽപ്പിച്ചിരിക്കുകയാണ്. കതക് തുറക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു. ഓ, അദ്ദേഹം എന്നെ തുറച്ചു നോക്കി. അതെന്തിനാ? സാധാരണ ആരുടെയും സഹായമില്ലാതെയാണല്ലോ അവൾ കാർ എടുത്തു പോവുക പതിവ്. രാത്രി ഡ്രൈവ് ചെയ്യുന്നത് തനിക്ക് ഇഷ്ടമല്ലെന്നോ മറ്റോ പറയുകയുണ്ടായി. അങ്ങനെ പറഞ്ഞോ? ആ, ശരി ശരി. ഇന്ന് രാത്രി ഞാൻ എങ്ങും പോകുന്നില്ല. എനിക്ക് കുറച്ച് എഴുതാനുണ്ട്. ഞങ്ങൾ ബംഗ്ലാവിൽ തിരിച്ചെത്തിയ ശേഷം ഞാൻ സൂട്ട് കേസുമായി അദ്ദേഹത്തിന്റെ വായനാ മുറിയിലേക്ക് ചെല്ലുകയായിരുന്നു. മിസ്റ്റർ ഡസ്റ്റർ മുമ്പേ മുറിയിലേക്ക് കയറിപ്പോയി കഴിഞ്ഞിരുന്നു. ഞാൻ മുറിയിലേക്ക് കടക്കുമ്പോ ഹെലൻ അങ്ങോട്ട് വന്നു. ഗ്ലിൻ, 8 മണിക്ക് പുറപ്പെടണം. ഓക്കെ മാഡം. ഞങ്ങളുടെ കണ്ണുകൾ തമ്മിൽ സന്ധിച്ചു. അവൾ മന്ദഹസിച്ചു. ആ മന്ദഹാസം മുമ്പും ഒരു തവണ കണ്ടതായിരുന്നു. എന്റെ ഹൃദയം വീണ്ടും ഒരു തവണ കൂടി പിടച്ചു. യൂണിഫോം അണിയരുത് കേട്ടോ. ശരി മാഡം. 8 മണിയാകുമ്പോഴേക്കും ഞാൻ ഷേവ് ചെയ്ത് കുളിച്ച് എന്റെ പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് തയ്യാറായി കഴിഞ്ഞിരുന്നു. കൃത്യം 8 മണിക്ക് ഞാൻ കാറുമായി ബംഗ്ലാവിന്റെ മുമ്പിലെത്തി. അപ്പോഴേക്കും ഹെലൻ ബംഗ്ലാവിന്റെ മുൻവാതിൽ തുറന്ന് കാറിൽ കയറിയിരുന്നു. അവൾ അണിഞ്ഞ വസ്ത്രങ്ങൾ വളരെ എളിയതായിരുന്നു. പാങ്ക്രോവിലേക്ക് പോകുന്നത് എളിയ തോതിലായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ എനിക്ക് സമീപമായിരുന്നു ഇരുന്നത്. പാങ്ക്രോവിലേക്കല്ലേ മാഡം? അല്ല, ഞാനത് വേണ്ടെന്ന് വെച്ചു. നമുക്ക് ഫുട്ട ഹിൽസിലേക്ക് പോകാം. ഫുട്ട ഹിൽസ് ക്ലബിലേക്ക് മൗണ്ട് വിൽസൺ വഴിയാണ് പോകേണ്ടത്. അതൊരു നീണ്ട യാത്രയാണ്. അവൾ ഇടം മാറ്റിയെന്ന് പറഞ്ഞപ്പോ തന്നെ അതിൽ എന്തെങ്കിലും അപകടം പതിയിരിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു. അവളുടെ സ്പർശനവും മൃദുലതയേറിയ ശരീരഭാഗങ്ങളും സുഗന്ധദ്രവ്യങ്ങളുടെ വശ്യഗന്ധവും എന്റെ സമനില തെറ്റിച്ചു. ജാസ് സംഗീതത്തിൽ കൂടുതൽ അഭിരുചിയുള്ളവർ മാത്രമേ ഫൂട്ട ഹിൽസ് ക്ലബിൽ പോകാറുള്ളൂ. ജാക്കിനോടൊപ്പം വിലനിരക്ക് കുറവുള്ള നല്ല ഭക്ഷണം കിട്ടുന്ന ഒരേ ക്ലബാണത്. ഗ്ലിൻ, താങ്കൾക്ക് ഡാൻസ് അറിയാമോ? യെസ് മാഡം. ദയവായി ഈ മാഡം വഴി ഒന്ന് അവസാനിപ്പിക്കാമോ? യെസ് മിസ്സസ് ഡസ്റ്റർ. എങ്കിൽ ഫൂട്ടു ഹിൽസ് ക്ലബിൽ വെച്ച് കുറച്ചു നേരം നമുക്ക് ഡാൻസ് ചെയ്യാം. ഞാൻ ഒന്നും പറഞ്ഞില്ല. കുറച്ചു നേരം ഞങ്ങൾക്കിടയിൽ മൂകത സ്ഥാനം പിടിച്ചു. കാർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു.
പെട്ടെന്ന് അവൾ ചോദിച്ചു, താങ്കൾ ഈ ജോലിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? താങ്കളെ പോലുള്ള ഒരാൾക്ക് ഇതിനേക്കാൾ മെച്ചമായ എത്രയോ ജോലി വേറെയും കിട്ടുമല്ലോ. ഹോളിവുഡിലെ ഏറ്റവും സുന്ദരിയായ ഒരുവളോടൊപ്പം ഡാൻസ് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിരിക്കെ മറ്റൊരു ജോലിയെ കുറിച്ച് എനിക്ക് ഓർക്കേണ്ട ആവശ്യം എന്താണ്? അത് കേട്ട് അവൾ ചിരിച്ചു. എന്റെ ഭർത്താവിന്റെ ഡ്രൈവറായി ചെയ്യുന്നതിന് മുമ്പ് താങ്കളുടെ ജോലി എന്തായിരുന്നു? അത് വ്യക്തിപരമായ കാര്യമാണ്. അതുകൊണ്ട് അതിവിടെ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഡാൻസിൽ അവൾ അതിവിദഗ്ധയായിരുന്നു. എന്റെ കൈകൾക്കുള്ളിൽ അവളെ ഒതുക്കി നിർത്തി. അവളുടെ മുടി എന്റെ മുഖത്തുരസി. അവളുടെ നീണ്ട കാലുകൾ എന്റെ കാലുകളുമായി ഉരസിക്കൊണ്ടുള്ള നടനം എന്നെ കോൾമയിൽ കൊള്ളിച്ചു. ക്ലബിൽ തിരക്കായിരുന്നു. അവരിൽ അധികവും ചെറുപ്പക്കാരായിരുന്നു. ഹെലനെ കണ്ടതോടെ ഡാൻസ് ചെയ്യുന്നത് പോലും മറന്ന് അവർ അവളെ ഉറ്റുനോക്കി. ഏതാണ്ട് അരമണിക്കൂർ ഡാൻസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഡ്രിങ്ക്സ് കഴിക്കാൻ തയ്യാറായി. ഡ്രിങ്ക്സിനുള്ള കാശ് താങ്കൾ കൊടുക്കുമോ അതോ ഞാൻ കൊടുക്കണോ? അവൾ ചോദിച്ചു. കാശ് ഞാൻ കൊടുക്കാം. ഏതാണ് വേണ്ടത്? ബ്രാൻഡി. ഞാനൊന്ന് മുഖം കഴുകി വരാം. വല്ലാത്ത തളർച്ച തോന്നുന്നു. ഈ ദിവസം എനിക്ക് വളരെയൊന്നും ഉത്സാഹപ്രദമായിരിക്കുമെന്ന് പറഞ്ഞുകൂടാ. ഇത് തുടക്കം മാത്രമാണ്. ഒരു രാത്രി നമുക്ക് മുമ്പിലുണ്ട്. അതെ. എന്റെ കൈകൾ അവൾ അമർത്തി പിടിച്ചു. ഒരു രാത്രി നമ്മുടെ മുമ്പിലുണ്ട്. അവൾ എഴുന്നേറ്റ് പോയി. ഇന്നത്തെ രാത്രി എന്റെ കാര്യസാധ്യതയ്ക്കുള്ള തയ്യാറെടുപ്പാണ്. അവളോടത്തുള്ള ശയനം തീർച്ചയായും ഫലം തരാതിരിക്കില്ല. സ്ത്രീകൾക്കുള്ള ടോയ്ലറ്റിന്റെ കഥവിലേക്ക് കണ്ണു നട്ടിരിക്കുന്നതിനിടയിൽ ഞാൻ വെയിറ്ററെ വിളിച്ച് ഡ്രിങ്ക്സിന് ഓർഡർ കൊടുത്തു. 20 നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും അവൾ തിരിച്ചു വന്നില്ല. വീണ്ടും 10 നിമിഷങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ അക്ഷമനായി എഴുന്നേറ്റു. മുഖം കഴുകി വരാൻ അരമണിക്കൂറോ? സിഗരറ്റ് വിതരണം ചെയ്യുന്ന പെൺകുട്ടിയെ വിളിച്ച് ചില്ലറ കയ്യിൽ ഏൽപ്പിച്ച് സ്ത്രീകളുടെ ടോയ്ലറ്റ് റൂമിൽ ഹെലൻ ഉണ്ടോ എന്ന് അന്വേഷിച്ചു വരാൻ പറഞ്ഞയച്ചു. അതിനും 5 നിമിഷങ്ങൾ വേണ്ടി വന്നു. ഹെലൻ അതിനകത്തില്ലെന്നും അവിടുത്തെ ഇൻചാർജ് പറഞ്ഞതായി അവൾ എന്നെ അറിയിച്ചു. അത് കേട്ട് ഞാൻ വേഗം കാഡിലാക്ക് പാർക്ക് ചെയ്തിരുന്നിടത്ത് ഓടി. അതവിടെ ഇല്ലായിരുന്നു. അപ്പോ അവിടെ കണ്ട ഒരു ടാക്സിക്കാരനെ ഞാൻ സമീപിച്ചു. എനിക്ക് പെട്ടെന്ന് ഹിൽക്രസ്റ്റ് അവന്യൂവിലേക്ക് പോകണം. 5 ബക്സ് തരാം. വളരെ പ്രധാനപ്പെട്ടതാണ്. ഓ, പുറപ്പെടാം. 5 ബക്സിന് ഹിൽക്രസ്റ്റ് അവന്യൂവിലേക്കല്ല, ലോസ് ഏഞ്ചൽസ് വരെ പോകാനും എനിക്ക് പ്രയാസമില്ല. അരമണിക്കൂറിനകം എന്നെ അവിടെ എത്തിച്ചു തരാമെങ്കിൽ ഞാൻ 10 ബക്സ് തരാം. ഞാൻ പറഞ്ഞു. കയറിക്കോളൂ. ഡസ്റ്ററുടെ ബംഗ്ലാവിലെത്താൻ അരമണിക്കൂറിനുള്ളിൽ എനിക്ക് കഴിഞ്ഞു. ഹൈവേയിലെ സായാഹ്ന തിരക്കിനിടയിലും വളരെ വേഗതയിൽ കാർ ഓടിച്ചു കൊണ്ടുപോയ ആ ടാക്സി ഡ്രൈവർ ഒരു സമർത്ഥനായിരുന്നു. ഞാൻ അവന് 10 ബക്സ് നൽകി. ഞാൻ ബംഗ്ലാവിലേക്ക് ഓടുന്ന സമയം ഗ്യാരേജിൽ ഒരു ലൈറ്റ് കണ്ടു. ഒരു മരത്തിന് പിറകിൽ മരഞ്ഞിരുന്ന് ഞാൻ ഗ്യാരേജിലേക്ക് നോക്കി. നിമിഷങ്ങൾക്കകം ഗ്യാരേജിന്റെ പിന്നിൽ നിന്ന് ഹെലൻ ലൈറ്റിനടുത്തേക്ക് നടന്നു വരുന്നത് ഞാൻ കണ്ടു. അവൾ അവിടെ എന്താണ് ചെയ്യുന്നത്? കാഡിലാക്ക് കാറിന് പുറമെ മറ്റു 2 കാറുകൾ റോൾസും ബിക്കും അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കിനടുത്ത് നിന്ന് ഞാൻ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ കുറെ കൂടി മുമ്പോട്ട് ചെന്നു. ഇപ്പോ ഞാൻ അവളിൽ നിന്നും 15 വാര മാത്രം അകലെയായി. ഇപ്പോൾ എനിക്ക് ഡസ്റ്ററെ കാണാനായി. ഗ്യാരേജിലെ തറയിൽ അദ്ദേഹം കമിഴ്ന്നു കിടക്കുകയായിരുന്നു. ഭീതിജനകമായ ഒരു നിമിഷം കടന്നുപോയി. ഇത്ര പെട്ടെന്ന് അദ്ദേഹത്തെ വധിക്കാൻ മാത്രം അവൾ എത്ര ക്രൂരയാണ്. അവൾ അദ്ദേഹത്തെ മലർത്തി കിടത്തി. അദ്ദേഹം ശ്വസിക്കുന്നുണ്ടെന്ന കാര്യം അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അവൾ അദ്ദേഹത്തെ പിടിച്ചു നിർത്തി. അവളുടെ കരുത്തിന് മുമ്പിൽ അദ്ദേഹം നിസ്സഹായനാണെന്ന് ആ മുഖം കാണിച്ചിരുന്നു. എന്നെ വിടൂ, എനിക്ക് പുറത്തേക്ക് പോകണം, എന്നെ തടുക്കരുത്, അദ്ദേഹം പറയുകയായിരുന്നു. അത് കേട്ടപ്പോൾ ഹെലന്റെ മുഖത്ത് ഒരു ചിരി പറന്നു. ഒരു ക്രൂരമായ ചിരി. ഓക്കെ ഡാർലിംഗ്, ഞാൻ താങ്കളെ തടയുന്നില്ല, താങ്കളെ സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അവൾ ഡ്രൈവറുടെ സീറ്റിനടുത്തുള്ള കതക് തുറന്നു. ഇപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹത്തെ അവിടെ ഇരുത്തി കാർ സ്റ്റാർട്ട് ചെയ്യിച്ച് മുമ്പോട്ട് മെയിൻ റോഡിൽ കൊണ്ടിറക്കുക. ഒരു അപകടം ഉണ്ടാക്കാൻ അത്രയും മതിയെന്ന് അവൾക്കറിയാം. ഇൻഷുറൻസ് കമ്പനിക്കാരുടെ കണ്ണിൽ അദ്ദേഹത്തിന്റെ മരണം അപകടം കൊണ്ട് സംഭവിച്ചതാണെന്ന് കാണിക്കാൻ അത്രയും മതി. അതല്ലെങ്കിൽ അദ്ദേഹം അന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോയ കാര്യം എനിക്ക് ഓർമ്മ വന്നു. അവിടെ വെച്ച് അദ്ദേഹം അവരുമായി ഏതെങ്കിലും വ്യവസ്ഥ ചെയ്ത് തിരിച്ചു വന്നിരിക്കുമോ? ഇക്കാര്യം വളരെ പ്രധാനമായി കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ അവൾ ഉദ്ദേശിക്കുന്നത് പോലെ കാർ അപകടം ഉണ്ടായിട്ടും അദ്ദേഹം മരിച്ചില്ലെങ്കിൽ, ഇല്ലെങ്കിൽ പോലീസ് അന്വേഷണത്തിൽ തന്റെ ഭാര്യയാണ് തന്നെ ഇങ്ങനെ ചെയ്തതെന്ന് അദ്ദേഹം പറയും. ഇപ്പോ അദ്ദേഹത്തിന്റെ പോളിസിയുടെ കാര്യം പോലീസ് കണ്ടുപിടിക്കും. അതോടെ അവർ ഹെലന്റെ നേരെ തിരിഞ്ഞെന്ന് വരും. ഇതിനെല്ലാം പുറമെ പോലീസ് ഞാനും ഹെലനും ഫുഡ് ഹിൽസ് ക്ലബിൽ ഡാൻസ് ചെയ്തിരുന്ന കാര്യം കണ്ടെത്തും. ഞാൻ ആരാണ്?
ഡസ്റ്ററിന്റെ കാർ ഡ്രൈവർ. ഈ രീതിയിൽ അദ്ദേഹത്തെ വധിക്കാൻ അവൾ ഒരുമ്പെടുന്നത് നന്നല്ല. അത് അപകടങ്ങൾ വരുത്തിക്കൂട്ടാൻ മാത്രമേ ഉപകരിക്കൂ. അതിന് മറ്റു വല്ല മാർഗങ്ങളും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഞാൻ താമസിക്കാതെ അവളുടെ മുമ്പിലേക്ക് ചെന്നു. അവൾക്ക് മനോധൈര്യം കുറെ കൂടുതലാണെന്ന് തോന്നുന്നു. എന്നെ കണ്ടപ്പോ നടുങ്ങുകയോ അഥവാ നിലവിളിക്കുകയോ അവൾ ചെയ്തില്ല. അവൾ പതുക്കെ എന്റെ നേരെ നടന്നു വന്നു. ഓ ഗ്ലിൻ, ഇദ്ദേഹത്തിന് പുറത്തേക്ക് പോകണമെന്ന് പറയുന്നു. ഈ നിലയിൽ അദ്ദേഹം പുറപ്പെട്ടു പോകുന്നത് നല്ലതല്ല. അതുകൊണ്ട് ഞാൻ കൂട്ടിച്ചെല്ലുകയായിരുന്നു. ഇപ്പോ താങ്കൾ ഇവിടെയുള്ള സ്ഥിതിക്ക് ഇനി എന്റെ ആവശ്യമില്ല. ഇത്ര വലിയ നുണ പറയുമ്പോഴും അവളുടെ മുഖത്ത് ഒരുവിധ ഭാവമാറ്റവും ഉണ്ടായിരിക്കുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. യെസ് മാഡം, ഞാൻ പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ എന്റെ മുഖത്തും എന്തെങ്കിലും മാറ്റം ഉണ്ടാകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ വേഗം ചെന്ന് കാറിൽ കയറി എഞ്ചിൻ പ്രവർത്തിപ്പിച്ചു. ഹെലൻ നടന്ന് കണ്ണിൽ നിന്നും മറഞ്ഞു. ഡസ്റ്റർ പെട്ടെന്ന് നിവർന്നിരുന്നു. ഞാൻ എങ്ങും പോകുന്നില്ല, അദ്ദേഹം പറഞ്ഞു. ആ സ്വരത്തിൽ അല്പം പോലും ഇടർച്ച ഉണ്ടായിരുന്നില്ല. അതെന്നെ വല്ലാതെ നടുക്കി കളഞ്ഞു. ഞാൻ അദ്ദേഹത്തെ തുറച്ചു നോക്കി. നിന്നെ ഇവിടെ നിന്നും അകറ്റുകയായിരുന്നു അവളുടെ ആവശ്യം. നീ എങ്ങനെ ഇവിടെ തിരിച്ചെത്തി? ഒരാൾ ഇവിടെ എന്നെ കൊണ്ടുവന്ന് വിട്ടുപോയി. എന്റെ ശബ്ദം തവളയുടെ കരച്ചിൽ പോലെയായിരുന്നു. അവൾ എന്റെ കഥ തീർക്കാൻ ഒരുമ്പിട്ടിരിക്കുകയാണ്. ആ ഇൻഷുറൻസ് പണത്തിന്റെ പിന്നാലെയാണ് അവൾ. കുട്ടി ഇന്നെന്റെ ഡ്രസ്സിംഗ് മുറിയിൽ കിടക്കണം. ഞാൻ ഉറക്കത്തിലായിരിക്കുമ്പോ അവൾ എന്നെ സമീപിക്കരുതല്ലോ. താങ്കൾക്ക് പോലീസിൽ വിവരം കൊടുത്തൂടെ? ഞാൻ ചോദിച്ചു. പോലീസിലോ? അവക്ക് എന്റെ ഇൻഷുറൻസ് പണം മാത്രമേ ആവശ്യമുള്ളൂ. ഞാൻ മരിച്ചാലും അത് അവൾക്ക് കിട്ടാൻ പോകുന്നില്ലെന്നറിഞ്ഞ ഇന്ന് അവൾ കാണിക്കുന്ന ഈ വിക്രിയകളെല്ലാം അവസാനിക്കും. ഞാൻ മരിച്ചാലും അത് അവൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഡസ്റ്റർ പറഞ്ഞത് എന്റെ കാതുകളിൽ ഒരിക്കൽ കൂടി മുഴങ്ങിക്കിട്ടു. എന്താണ് അതിനർത്ഥം? വരൂ, നമുക്ക് ബംഗ്ലാവിലേക്ക് മടങ്ങാം. ഞങ്ങൾ മുമ്പോട്ട് നടന്നു. ഗ്യാരേജിലെ ലൈറ്റ് അണച്ചു. ശാന്തമായ അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്ന ആ ബംഗ്ലാവിലേക്ക് ഞങ്ങൾ നടന്നു. കോണിപ്പടികൾ കയറി മുകളിലെത്തിയപ്പോൾ ഹെലൻ ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നു. ഡസ്റ്ററിനോടൊപ്പം എന്നെ കണ്ടപ്പോ അവളുടെ നിറമാകെ മാറി. ഗ്ലിൻ ഇന്നെന്റെ ഡ്രസ്സിംഗ് മുറിയിലാണ് ഉറങ്ങുന്നത്. എന്റെ നേരെ അയാളുടെ കണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കും, ഡസ്റ്റർ പറഞ്ഞു. അയാൾ പെട്ടെന്ന് അവളെ കടന്ന് മുമ്പോട്ട് ചെന്നു. ഞങ്ങൾ പരസ്പരം നോക്കി. എനിക്ക് അന്ന് രാത്രി വളരെയൊന്നും ഉറങ്ങാൻ കഴിഞ്ഞില്ല. മനസ്സിൽ നിറയെ ചിന്തകളായിരുന്നു. ആ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കേണ്ട കാലാവധി തീർന്നിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഇതേവരെ ഞങ്ങൾ രണ്ടുപേരും മനസ്സിൽ കൊണ്ടു നടന്ന ആശകളെല്ലാം പാഴിലാകും. അടുത്ത ദിവസം കാലത്ത് പഴയതുപോലെ അദ്ദേഹത്തെയും കൂട്ടി ഞാൻ സ്റ്റുഡിയോയിലേക്ക് ചെന്നു. വഴിയിൽ അദ്ദേഹം തലേ ദിവസം രാത്രി നടന്ന സംഭവങ്ങളെ പറ്റി ഒന്നും പറഞ്ഞില്ല. സ്റ്റുഡിയോയിലെത്തി കാറിൽ നിന്നിറങ്ങി അദ്ദേഹം പറയുകയായിരുന്നു. കുട്ടി ഇന്നു മുതൽ എന്റെ ഡ്രസ്സിംഗ് മുറിയിലേക്ക് താമസം മാറ്റിക്കൊള്ളൂ. ഞാൻ ബംഗ്ലാവിലുള്ളപ്പോഴെല്ലാം എന്നോടൊപ്പം ഉണ്ടാവണം. മനസ്സിലായല്ലോ? യെസ് സർ. അന്ന് പകൽ മുഴുവനും ബംഗ്ലാവിൽ കഴിഞ്ഞു. 4 മണിയായപ്പോ ഡസ്റ്ററിനെ കൂട്ടിവരാൻ സ്റ്റുഡിയോയിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹം നല്ലവണ്ണം മദ്യപിച്ചിരിക്കുകയായിരുന്നു. ഒരു വാക്ക് പോലും ഉരിയാടാതെ അദ്ദേഹം കാറിൽ കയറിയിരുന്നു. ബംഗ്ലാവിൽ തിരിച്ചെത്തിയപ്പോ രാത്രി 8 മണിക്ക് തനിക്കൊരു ഡിന്നറിന് പോകേണ്ടതുണ്ടെന്നും അതിന് തയ്യാറാകണമെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു. ആ ബംഗ്ലാവ് ശൂന്യമായതുപോലെ എനിക്ക് തോന്നി. 8 മണിയാകാൻ കാത്തുകൊണ്ട് ഞാൻ സിഗരറ്റും പുകച്ച് മെത്തയിൽ കിടന്നു. ഹെലൻ അവിടെയുള്ള ലക്ഷണമൊന്നും കണ്ടില്ല. 8 മണിയായപ്പോ കാറുമായി ബംഗ്ലാവിന്റെ മുമ്പിൽ തയ്യാറായി നിന്നു. അദ്ദേഹം പതുക്കെ കാറിനടുത്തേക്ക് നടന്നു വന്നു. ക്രസന്റ് ക്ലബ് എന്ന് പറഞ്ഞ് അദ്ദേഹം കാറിൽ കയറി. മടങ്ങുന്നത് വരെ നീ അവിടെ തന്നെ ഇരിക്കണം. എന്നെ എന്റെ മുറിയിൽ മെത്തയിൽ കൊണ്ടുപോയി കിടത്തിയ ശേഷമേ പോകാവൂ. ഇന്ന് ഞാനൊന്ന് ആഘോഷിക്കാൻ പോവുകയാണ്. ആ ആഘോഷം എന്തിനുള്ളതാണെന്ന് ഞാൻ ചോദിച്ചതുമില്ല, അത് അദ്ദേഹം പറഞ്ഞതുമില്ല. ഏതാണ്ട് 1 മണിയായപ്പോ ക്ലബിനകത്ത് നിന്ന് ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു, മിസ്റ്റർ ഡസ്റ്ററെ വിളിച്ചുകൊണ്ട് പോകൂ, അദ്ദേഹം കുടിച്ച് ബോധമില്ലാതെ കിടക്കുകയാണ്. ഞാൻ ക്ലബിനകത്തേക്ക് ചെന്നു. അദ്ദേഹത്തെ കാറിൽ കൊണ്ടുവന്ന് കിടത്താൻ വാതിൽ കാവൽക്കാരൻ എന്നെ സഹായിച്ചു. ഇനി ഇദ്ദേഹം ഇങ്ങോട്ട് വരാനിടയില്ല. പസഫിക്കിൽ നിന്ന് ഇദ്ദേഹത്തെ പിരിച്ചുവിട്ടെന്ന് കേട്ടു, കാവൽക്കാരൻ പറഞ്ഞു. ഞാൻ കാർ ബംഗ്ലാവിലേക്ക് തിരിച്ചു. ഏകാന്തതയിൽ അതൊരു പ്രേത ഭവനം പോലെ തോന്നിച്ചിരുന്നു. ഗ്യാരേജിൽ കാഡിലാക്ക് കാണാതിരുന്നപ്പോൾ ഹെലൻ എങ്ങോട്ടോ പോയിരിക്കുകയാണെന്ന് മനസ്സിലായി. ഈ വേളയിൽ അവൾ എങ്ങോട്ട് പോയതായിരിക്കും? ഡസ്റ്ററിനെ അദ്ദേഹത്തിന്റെ മുറിയിൽ എത്തിച്ച് മെത്തയിൽ കിടത്താൻ എനിക്ക് നന്നേ വിഷമിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് അടുത്തൊന്നും ബോധം തിരിച്ചു കിട്ടാൻ പോകുന്നില്ലെന്ന് ബോധ്യമായതിനാൽ ഞാൻ ചുമരിലെ അലമാര തുറക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് പൂട്ടിയിരുന്നു. അതിന്റെ താക്കോലിന് വേണ്ടി അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളിൽ തപ്പി കുറേയേറെ തേടി നോക്കിയെങ്കിലും ഫലമുണ്ടായില്ല.
അതിനാൽ ഞാൻ അടുത്ത മുറിയിലേക്ക് ചെന്ന് ഡ്രസ്സ് മാറി ഒരു സിഗരറ്റ് കൊളുത്തി ലൈറ്റ് അണച്ച് മെത്തയിൽ കിടന്നുകൊണ്ട് ഓരോന്നോർത്തു. 2 തവണയായി ഞാൻ ഡസ്റ്ററിനെ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ഇതെന്ത് കഥ? അദ്ദേഹത്തെ വധിച്ചു കിട്ടുകയാണ് എന്റെ ആവശ്യം. എന്നാൽ അതിനുവേണ്ടി ചെയ്യുന്നതൊക്കെ മറിച്ചും. അദ്ദേഹത്തെ കാറിൽ കയറ്റി ട്രാഫിക് കൂടുതലുള്ള റോഡിലേക്ക് തള്ളിവിടാനുള്ള ഹെലന്റെ ശ്രമത്തെ ഞാൻ തടസ്സപ്പെടുത്തലായിരുന്നു. അതിനനുവദിച്ചിരുന്നുവെങ്കിൽ ഇന്ന് എനിക്കുള്ള പങ്കിന് വേണ്ടി തർക്കിച്ചു തുടങ്ങാമായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ പോലീസ് സ്വീകരിച്ചേക്കാവുന്ന നടപടികളെ കുറിച്ച് ഓർത്തപ്പോ ഞാൻ ചെയ്തത് ശരിയാണെന്ന് എനിക്ക് തോന്നി. അടുത്ത ദിവസം കാലത്ത് സുമാർ 7:30 മണിക്ക് എഴുന്നേറ്റ് ഞാൻ ഡസ്റ്ററുടെ മുറിയിലേക്ക് നോക്കി. അദ്ദേഹം അപ്പോഴും ഉറങ്ങുകയായിരുന്നു. ശബ്ദമുണ്ടാക്കാതെ ഞാൻ അവിടം വിട്ടു. ഗ്യാരേജിന് മുകളിലുള്ള എന്റെ അപ്പാർട്ട്മെന്റിൽ ചെന്ന് ഷേവ് ചെയ്തു കഴിഞ്ഞ ശേഷം ജാക്കിനെ ഫോണിൽ വിളിച്ചു. നേരത്തെ വിളിച്ചതിനാൽ അയാളുടെ ഉറക്കത്തിന് ഭംഗം നേരിട്ടു. ഞാൻ പറഞ്ഞ കാര്യം നിർവഹിച്ചോ എന്ന് ചോദിച്ചതിന് ഉവെന്നും 500 ബക്സ് തയ്യാറാക്കി വെച്ചുകൊള്ളാനും അയാൾ പറഞ്ഞു. ഏതാണ്ട് 40 നിമിഷങ്ങൾക്ക് ശേഷം അയാൾ എന്റെ അപ്പാർട്ട്മെന്റ് നോക്കി വരുന്നത് കണ്ടു. കാറ് ഭാഗ്യത്തിന് പുറത്തെവിടെയോ പാർക്ക് ചെയ്തിട്ടായിരുന്നു അയാൾ വന്നിരുന്നത്. താങ്കൾ ഭാഗ്യവാനാണ്. ഈ ജോലി തീർക്കാൻ ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും വേണമായിരുന്നു. എന്നാ എന്റെ ഒരു സുഹൃത്തിന്റെ സഹായം കൊണ്ട് പെട്ടെന്ന് അത് നിർവഹിക്കാൻ കഴിഞ്ഞു. പറയൂ, എന്താണ് താങ്കൾക്ക് കിട്ടിയത്? ആദ്യം കയ്യിൽ എത്ര കാശുണ്ടെന്ന് കേൾക്കട്ടെ. തൽക്കാലം 100 ബക്സ് തരാം. ഈ മറുപടി അദ്ദേഹം പ്രതീക്ഷിച്ചില്ലായിരുന്നു. എന്റെ കയ്യിൽ ഒന്നുമില്ലെന്നായിരുന്നു അയാൾ വിശ്വസിച്ചിരുന്നത്. ഇതെങ്ങനെ താങ്കൾക്ക് കിട്ടി? നോക്കൂ സുഹൃത്തെ, ഈ വ്യവഹാരം എന്നെ വല്ലാതെ അലട്ടുന്നു. ഈ സ്ത്രീയുമായി താങ്കൾ ഒന്ന് മതിയാക്കാമോ? എനിക്ക് ഡസ്റ്റർ കുറച്ച് അഡ്വാൻസ് കാശ് തന്നിട്ടുണ്ട്. ഞാൻ ചെക്ക് പുസ്തകം പുറത്തേക്ക് എടുത്തു. എനിക്ക് ചെക്ക് വേണ്ട, കാശ് മതി. ഇപ്പോഴില്ലെങ്കിൽ പിന്നീടായാലും മതി. പക്ഷെ കാശ് വേണം. എനിക്ക് താങ്കളെ വിശ്വാസമില്ലാത്തത് കൊണ്ട് പറയുന്നതല്ല. താങ്കളുടെ അമ്മയെ പോലും വിശ്വസിക്കുകയില്ലെന്ന് എനിക്കറിയാം. ഓക്കെ, ഇനി താങ്കൾക്ക് കിട്ടിയ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് പറയൂ, കേൾക്കട്ടെ. എന്റെ സുഹൃത്ത് ഒരു വർത്തമാന പത്രക്കാരനാണ്. മൈക്ക് എന്നാണ് അവന്റെ പേര്. വേൾഡ് ടെലിഗ്രാഫിന്റെ റിപ്പോർട്ടറാണ്. അതിസമർത്ഥൻ. ജനാലിൽ കൂടി വീണെന്ന് പറഞ്ഞ വ്യക്തിയുടെ പേര് ഹെബർട്ട് എന്നാണ്. അയാൾക്ക് രോമത്തുകൾ ബിസിനസ് ആയിരുന്നു. വിവാഹം കഴിഞ്ഞിരുന്നില്ല. പാർക്ക് അവന്യൂവിൽ സ്വന്തമായി ചെറിയൊരു അപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. കാഡിലാക് കാർ സ്വന്തമായി ഉണ്ടായിരുന്നു. പ്രേതവിചാരണ നടക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം, ഫിഫി ക്ലബിലെ സിഗരറ്റ് വിതരണക്കാരിയായിരുന്ന മിസസ് ഡസ്റ്ററിനെ അവിടെ വെച്ച് അയാൾ കാണാനിടയായി എന്നുള്ളതാണ്. അവർ പരസ്പരം പരിചയപ്പെട്ടു. റിവർ സൈഡിൽ അവർക്കൊരു അപ്പാർട്ട്മെന്റ് അയാൾ ശരിപ്പെടുത്തി കൊടുത്തു. അന്ന് മുതൽ ദിവസവും അവൾ അയാളെ കാണാൻ ചെല്ലുക പതിവായി. നഗരത്തിലെ വിവിധ ക്ലബുകളിൽ അവർ ഒരുമിച്ച് ചെന്നു. ഒരു ദിവസം അവളുടെ അപ്പാർട്ട്മെന്റിൽ വെച്ച് അയാൾക്ക് ഹൃദയാഘാതമുണ്ടായി. ഡോക്ടറെ വിളിച്ച് പരിശോധിക്കാൻ വേണ്ട ഏർപ്പാടുകൾ അവൾ ചെയ്തു. രോഗവിമുക്തയായ ഹെബർട്ട് അവളുടെ പേർക്ക് 20 ഗ്രാൻഡിന്റെ ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തു. അത് കേട്ടപ്പോൾ എന്റെ മുഖത്തെ രക്തമെല്ലാം വാർന്നു പോയതുപോലെ തോന്നി. കാപ്പി കൊണ്ടുവരാനെന്ന വ്യാജേന ഞാൻ എഴുന്നേറ്റ് മുറി വിട്ട് പുറത്തേക്ക് നടന്നു. അപ്പോൾ നേരത്തെ തന്നെ അവൾ ഇൻഷുറൻസ് കേസിൽ കുടുങ്ങിയിട്ടുണ്ട്. തന്റെ മരണാനന്തരം ഹെലൻ വിഷമിക്കരുത്, അതാണ് താൻ ഈ കാര്യത്തിന് തയ്യാറാവുന്നത് എന്ന് ഇൻഷുറൻസ് വിൽപ്പനക്കാരനോട് അയാൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു മാസമായപ്പോഴാണ് അയാൾ ജനാല വഴി വീണ് മൃതിയടഞ്ഞത്. ഞാൻ കാപ്പിയുമായി തിരിച്ചെത്തി. അയാൾ വീണത് എങ്ങനെയായിരുന്നു? ഞാൻ ചോദിച്ചു. ആ ശബ്ദം എന്റേത് തന്നെയാണോ എന്നുപോലും ഞാൻ സംശയിച്ചു. അവൾ കുളിക്കുകയായിരുന്നു. കുളിച്ചുകൊണ്ടിരിക്കെ ഒരു അലർച്ച കേട്ടു. അമ്പരപ്പോടെ നഗ്നത മറയ്ക്കാൻ പോലും മെനക്കെടാതെ നനഞ്ഞ ശരീരവുമായി അവൾ ഹെബർട്ട് ഇരുന്ന മുറിയിലേക്ക് ഓടിയെത്തി. അവിടെ അയാളെ കാണാനില്ലായിരുന്നതിനാൽ ജനാല വഴി പുറത്തേക്ക് നോക്കി. അയാൾ താഴെ വീണ് തറയിൽ കിടക്കുന്നത് അവൾ കണ്ടു. അങ്ങനെയായിരുന്നു പ്രേതവിചാരണ സമയത്ത് അവൾ മൊഴി കൊടുത്തത്. ഞാനൊരു നെടുവീർപ്പിട്ടു. കൊറോണറുടെ നിഗമനം എന്തായിരുന്നു? ജാക്ക് കാപ്പി ഒടിച്ച് കസേര പിന്നോക്കം നീക്കി ചാരിയിരുന്നു. അയാളുടെ നിഗമനം എന്തായിരുന്നു എന്നതിന് ഇവിടെ പ്രസക്തിയില്ല. സ്വന്തം കാലുകൾ അല്പം നഗ്നമായി അവൾക്ക് പ്രകടിപ്പിക്കേണ്ടി വന്നു, അത്രമാത്രം. അതിനുശേഷം അവൾ പറയുന്നതൊക്കെ അദ്ദേഹം അനുസരിക്കുകയായിരുന്നു. പക്ഷെ ഇൻഷുറൻസ് കമ്പനിയുടെ കാര്യം അങ്ങനെയായിരുന്നില്ല. ആ കേസ് കൈകാര്യം ചെയ്തത് ബില്ലിങ്സ് എന്ന ആളായിരുന്നു. ഹെർബർട്ടിന്റെ മരണത്തിൽ അവർക്കെന്തോ സംശയം തോന്നി. ബില്ലിങ്സ് അവളെ ഒന്ന് ഭയപ്പെടുത്താനെന്ന ഉദ്ദേശത്തോടെ ഹെലന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ചെന്നു. അതിനു ചുറ്റും അയാളൊന്ന് നടന്നു നോക്കി. ഹെർബർട്ടിന്റെ മരണത്തിൽ തങ്ങൾക്ക് സംശയമുണ്ടെന്നും അതുകൊണ്ട് അയാൾ ഇൻഷുർ ചെയ്ത തുകയ്ക്ക് വേണ്ടി കമ്പനിയിൽ അവകാശവാദം ഉന്നയിക്കുകയോ പ്രേതവിചാരണ സമയത്ത് അതേപറ്റി എന്തെങ്കിലും പറയുകയോ ചെയ്താൽ
ഒരു കൊലപാതക കുറ്റം അവളുടെ പേരിൽ ആരോപിക്കാൻ തങ്ങൾ മടിക്കുകയില്ലെന്ന് അയാൾ ഭീഷണിപ്പെടുത്തി. പക്ഷേ അവൾ അതുകൊണ്ടൊന്നും കുലുങ്ങിയില്ല. ഇൻഷുറൻസ് കമ്പനി അവളുടെ ചുമതലകളിൽ നിന്നും പിന്മാറുകയില്ലെന്നും അതേപ്പറ്റി പ്രേതവിചാരണ സമയത്ത് പറയാൻ താൻ മടിക്കുകയില്ലെന്നും അവൾ പറഞ്ഞു. അവർക്കിടയിൽ ഒരു ശക്തി പരീക്ഷണം നടന്നു. അവളുടെ ഭാഗത്ത് പോലീസുണ്ട്. ഹെർബർട്ടിന്റേത് അപകട മരണമാണെന്ന് അവർ വാദിച്ചു. ഹെർബർട്ടിന്റെ ഹൃദയം ദുർബലമാണെന്നും ഏത് സമയത്തും ഹൃദയസ്തംഭനം ഉണ്ടാവാൻ ഇടയുണ്ടായിരുന്നുവെന്നും പറയാൻ ഡോക്ടർ തയ്യാറെടുക്കുകയായിരുന്നു. ഡോക്ടർ അങ്ങനെ പറയുകയാണെങ്കിൽ അത് തങ്ങൾക്ക് അനുകൂലമാക്കിയെടുക്കാൻ ഇൻഷുറൻസ് കമ്പനി നോക്കിയിരുന്നു. അയാളുടെ ദുർബലമായ ആരോഗ്യനിലയെ പറ്റി മനസ്സിലാക്കിയ ഹെലൻ ഹെർബർട്ടിനെ ജനാല വഴി തള്ളിയിട്ട് കൊന്നതാണെന്ന് അവർ വിശ്വസിച്ചു. അവളുടെ അവകാശവാദം ഇൻഷുറൻസ് കമ്പനി നിരസിച്ചാൽ പോലീസിന് മറ്റൊരു തവണ ആ കേസ് അന്വേഷണത്തിന് ഇറങ്ങേണ്ടി വരുമെന്ന് അവർക്കറിയാം. അങ്ങനെയായാൽ എന്തെങ്കിലും തുമ്പ് അതിൽ നിന്ന് കിട്ടാതിരിക്കില്ലെന്ന് അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. പക്ഷെ പ്രേതവിചാരണ സമയത്ത് ഇൻഷുറൻസ് കമ്പനിയും ഹെലനും തമ്മിൽ ഒരു ഒത്തുതീർപ്പിലെത്തി. ഇൻഷുറൻസ് തുകയായ 20,000 ബക്സ് എന്നതിന് പകരം 7,000 തരാൻ ഞങ്ങൾ ഒരുക്കമാണെന്ന് അവർ അറിയിച്ചു. ഹെലനും അത് സമ്മതമായിരുന്നു. അങ്ങനെ ഒരു ഒത്തുതീർപ്പുണ്ടായതിനാൽ കൊറോണർ പിന്നീട് ചോദ്യങ്ങളൊന്നും ചോദിക്കുകയുണ്ടായില്ല. അങ്ങനെ അക്കാര്യം സൗഹാർദ്ദപരമായി അവസാനിക്കുകയും ചെയ്തു. തുടർന്ന് 3-4 മാസം അതേ അപ്പാർട്ട്മെന്റിൽ അവൾ താമസിച്ചു. കയ്യിലെ പണമെല്ലാം തീരാറായെന്ന് കണ്ടപ്പോ മറ്റൊരു ധനിയനെ അന്വേഷിച്ചിറങ്ങി. അങ്ങനെയാണ് ഡസ്റ്ററിനെ കാണാൻ ഇടയായത്. അതിനുശേഷമുള്ള കഥ താങ്കൾക്ക് അറിയുകയും ചെയ്യാം. ഞാനൊരു സിഗരറ്റ് കത്തിച്ചു. എന്റെ മനസ്സ് വിവിധ വികാരങ്ങളാൽ വീർപ്പുമുട്ടി. ആദ്യം ചെയ്തതുപോലെ തന്നെ മറ്റൊരു തവണ കൂടി ഇൻഷുറൻസ് കമ്പനിയുമായി ഏറ്റുമുട്ടുന്നത് അപകടമാണെന്ന് അവൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? നാഷണൽ ഫിഡലിറ്റി ഓഫ് കാലിഫോർണിയ സാമാന്യക്കാരല്ല. എനിക്ക് വല്ലാത്ത അസ്വാസ്ഥ്യം തോന്നി. താങ്കൾ എന്താണ് ചിന്തിക്കുന്നത്? ഒന്നുമില്ല. ഞാൻ എഴുന്നേറ്റു. നന്ദി ജാക്ക്. ഈ വിവരങ്ങൾ ഒരുപക്ഷെ ഉപയോഗപ്പെട്ടേക്കാം. അടുത്ത തവണ ഇതുവഴി പോകുമ്പോ ആ 100 ബക്സ് തരാം. ബാക്കി താങ്കൾ തന്ന വിവരങ്ങളുടെ ഫലപ്രാപ്തി അനുസരിച്ചു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ മറക്കാതെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് കൊടുക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. നന്ദി.